നമസ്കാരം. നമ്മളൊരു സ്ഥലം നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. മൊത്തത്തിൽ 4 ഏക്കറാണ്, ഈ 2 ഏക്കർ വീതം. അതിൽ കുറച്ച് ഉയർന്ന പ്രദേശമാണ്. നമുക്ക് നല്ല റിസോർട്ട് പോലുള്ള സംഭവങ്ങൾക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. കൃഷിയിലിവിടെ കശുമാവും പിന്നെ കുറച്ച് കവുങ്ങിൻ്റെ തൈകൾ ആണ് നിലവിലുള്ളത് ഈ 2 ഏക്കറിൽ. തൊട്ട് താഴെയുള്ളതിൽ ആദായമുള്ള കവുങ്ങുണ്ട് അതിനകത്ത്. നമുക്ക് വഴി വരുന്ന ഇതാണ്, അതായത് കോൺക്രീറ്റ് വന്ന് നിൽക്കുന്നുണ്ട്. കോൺക്രീറ്റിൻ്റെ അവിടെ നിന്ന് 100 മീറ്റർ മണ്ണാണ്. നമുക്ക് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. കശുമാവാണ് നിലവിലിനകത്തുള്ളത്. വെള്ളം താഴെ പൊതുകിണറുണ്ട്. പൊതുകിണറിൽ നിന്നാണ് വെള്ളം ഉപയോഗിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ നമുക്ക് ബോറടിക്കുകയാണെങ്കിൽ, ബോർവെല്ല് അടിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റ് വേറെ കൃഷികൾ ചെയ്യുകയാണെങ്കിൽ നനയ്ക്കാൻ വെള്ളം സുലഭമായിട്ട് ലഭിക്കും ഇവിടെ. നല്ല നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. നമുക്കൊരു റിസോർട്ടുകൾ പോലെ സെറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഏറ്റവും ടോപ്പ്. മറ്റു സ്ഥലങ്ങൾ നമുക്ക് കൃഷിക്കായിട്ട് ഉപയോഗിക്കാം. ഇത് കശുമാവുണ്ട്. അതിനകത്ത് നമുക്കൊരു എങ്ങനെ പോയാലും ഒരു 1-1.5 ലക്ഷം രൂപയുടെ ആദായം ഈ ഒരു 2 ഏക്കറിനകത്ത് ഉണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് കിട്ടും. നമ്മുടെ ഈ അടയ്ക്കാമരമൊക്കെ വലുതായി വരുമ്പോൾ അതിന് പരിപാലിച്ചെടുക്കുകയാണെങ്കിൽ നല്ല വരുമാനമായിരിക്കും. നല്ല സ്ഥലം, നല്ല കൃഷിക്ക് അനുയോജ്യമായ സ്ഥലം. കൃഷിക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു റിസോർട്ടുകൾ ആരംഭിക്കാൻ പറ്റിയ തരത്തിലുള്ള സ്ഥലമാണ്. പൂർണ്ണമായിട്ട് ഇങ്ങനെ അടയ്ക്കാമര തൈകളാണ് കേട്ടോ. നമ്മളത് വേണ്ട രീതിയിൽ പരിപാലിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. കുരുമുളക് കയറ്റാനായിട്ടുള്ള മരങ്ങൾ, ചീമക്കൊന്നയുടെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് കൃഷിയിടയ്ക്ക് വെച്ച് നിർത്തിയത് കൊണ്ട് അത് പൂർണ്ണമാകാതിരിക്കുകയാണ്. പരിപാലിച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു 2 ഏക്കറിനകത്ത് നിന്ന് മാത്രം നമുക്കൊരു 10 ലക്ഷം രൂപ വരുമാനം ഒരു വർഷം നേടാൻ പറ്റുന്ന അത്രയും സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. നോക്കിയെടുക്കുകയാണെങ്കിൽ താഴെ ഇതിനേക്കാൾ ആദായമുള്ള സ്ഥലമാണ് കേട്ടോ. താഴെ കുറച്ചും കൂടി ജലസമൃദ്ധമാണ് അടുത്ത 2 ഏക്കർ. അപ്പം നമ്മൾ നിൽക്കുന്ന നിലവിലുള്ള 2 ഏക്കറിൽ ഒരു ആവറേജ് ഒരു 28 രൂപയ്ക്കാണ് ഇവർ പറയണത്. നമുക്ക് അതിലൊരു ചെറിയൊരു വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. അതിൽ കുറഞ്ഞ സ്ഥലങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ ഞാൻ പറഞ്ഞില്ല, നോക്കിയെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 ലക്ഷം രൂപ നമുക്ക് ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കാവുന്നുള്ളൂ 2 ഏക്കറിനകത്ത് നിന്ന്. അപ്പം നിലവിൽ അവർ 28ഒക്കെയാണ് പറയണത്. ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ടാകുമായിരിക്കാം. താഴെയുള്ള സ്ഥലത്തിനൊരു 33 രൂപയൊക്കെ പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞ വലിയ വ്യത്യാസം ഇതിൽ രണ്ടിലും വരാനില്ല. അപ്പോൾ ഈ 4 ഏക്കർ ഒരുമിച്ച് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്ക് താഴത്തെ പൊതുകിണർ ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്ക് ഈ 4 ഏക്കറിൽ നിന്നും ഏറ്റവും ചുരുങ്ങിയ ഒരു 10-15 ലക്ഷം രൂപ നമുക്ക് ആദായം ഓരോ വർഷം ലഭിക്കുന്നതാണ്. അതുമല്ല, ഇനിയിപ്പോൾ കൃഷിയല്ല ലക്ഷ്യമെങ്കിൽ പോലും നമുക്ക് മറ്റുള്ള റിസോർട്ടുകൾ പോലെ അല്ലെങ്കിൽ ഹോം സ്റ്റേകൾ പോലെ ചെയ്യാൻ പറ്റിയ ഏറ്റവും മനോഹരമായ സ്ഥലമാണ്. നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാനായിട്ട്. കൂടുതൽ ഉണ്ടോ ഞാൻ കാണിച്ചല്ലോ, കുറേ കശുമാവും നമ്മുടെ അടയ്ക്കാമരവും അങ്ങനെ സംഭവമൊക്കെയാണ്. അത് വേണ്ട രീതിയിൽ നോക്കിയെടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ യാതൊരു നഷ്ടവും ഉണ്ടാവില്ല. ഈ ഒരു റേറ്റ് എൻ്റെ അഭിപ്രായത്തിൽ അധികമല്ല, വളരെ ഒരു സാധാരണ റേറ്റാണ്. അപ്പോൾ എടുക്കണവർക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു 3-4 വർഷം കൊണ്ട് ഈ സ്ഥലത്തിൻ്റെ വില ഈടാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു 5 വർഷത്തെ കൃഷിയിലൂടെ നമുക്ക് ഈ പൈസ നേടാവുന്ന കാര്യമുള്ളൂ. നമ്മൾ പറഞ്ഞ ഈ താഴത്തെ 2 ഏക്കറിൽ ഒരു വീടുണ്ട് കേട്ടോ, ഒരു പഴയൊരു വീടുണ്ട്. അപ്പോൾ കുറച്ച് കാലപ്പഴക്കം വന്നതാണ്. എന്നിരുന്നാൽ പോലും നമുക്കൊരു ഫാമിലിക്കൊക്കെ ഒന്ന് ആൾട്രേഷൻ ചെയ്തെടുത്താൽ താമസിക്കാൻ പറ്റിയ ഒരു വീടാണ്. ഇതൊക്കെ നമ്മളുടെ ഈ പ്രോപ്പർട്ടിപ്പെട്ട സ്ഥലങ്ങളാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ആദ്യം കണ്ട 2 ഏക്കർ കശുമാവും തോട്ടം, ഇത് കവുങ്ങും തോട്ടമാണ് കവുങ്ങാണ് കൂടുതൽ അതിനകത്ത് ആദായത്തിനുള്ളത്. ഇതിൽ അത്യാവശ്യം നല്ല ആദായമുള്ള പറമ്പാണത്, നല്ല ഒതുങ്ങിയ സ്ഥലം. ഇതിലെടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ആനശല്യം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല, മൃഗശല്യങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ഏറ്റവും അനുയോജ്യമായ സ്ഥലമായിരിക്കുള്ളൂ. കൃഷിയാണ് കണ്ടോ, നല്ല ആദായമുള്ള പറമ്പാണ്. അപ്പോൾ നമ്മൾ അവിടെ ആദ്യം കണ്ട 2 ഏക്കർ കശുമാവും തോട്ടം, ഇതൊരു കവുങ്ങും തോട്ടം, 4 ഏക്കർ സ്ഥലം. ഞാൻ എടുത്ത് പറയണു, യാതൊരു മൃഗശല്യങ്ങളില്ലാത്ത സ്ഥലമാണ്. ആനയാണ് മെയിനായിട്ട് ഇപ്പോൾ ഒരു ശത്രു എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ യാതൊരു ശല്യമില്ലാത്തൊരു ഒതുങ്ങിയ സ്ഥലം. വഴി ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 100 മീറ്റർ കോൺക്രീറ്റിൻ്റെ കുറവുണ്ട്. അത് ഉടനെ പഞ്ചായത്തിൽ നിന്ന് അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ്